എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചോക്ക് അല്ലേ, ചോക്കിനെ നമ്മൾ ജസ്റ്റ് വാട്ടറിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ വാട്ടറിലോട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻ്റെ കയ്യിലൊരു സ്പോഞ്ച് ഇരിപ്പുണ്ട്. സ്പോഞ്ചിനെ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് ക്രോസ് സെക്ഷനായിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? സ്പോഞ്ചിൽ എല്ലാ ഭാഗം, ആ സ്പോഞ്ച് മൊത്തത്തിൽ എന്തായിരിക്കും? വാട്ടർ ഡ്രോപ്സ് കാണും അല്ലേ. വാട്ടറിനെ ആ സ്പോഞ്ച് എന്ത് ചെയ്തു? ആ സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും വാട്ടറിൻ്റെ പ്രസൻസ് കാണാം. എന്നാൽ ചോക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചോക്കിനെ ക്രോസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചോക്കിൻ്റെ ഈ സർഫസിൽ വാട്ടർ ഡ്രോപ്സ് കാണാം. എന്നാൽ ഇതിൻ്റെ ഈ കോർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഈ കോറിൽ എന്ത് കാണത്തില്ല? വാട്ടറിൻ്റെ പ്രസൻസ് കാണത്തില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സ്പോഞ്ചിൻ്റെ കേസിലോ, സ്പോഞ്ചിൽ മൊത്തത്തിൽ എന്തായിരിക്കും? വാട്ടറിൻ്റെ പ്രസൻസ് കാണും. അപ്പോൾ സ്പോഞ്ചിൽ നടന്നത് വാട്ടറിനെ സ്പോഞ്ച് എന്ത് ചെയ്യുകയാണ്? അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. വാട്ടറിനെ മൊത്തത്തിൽ ആ സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ചോക്കിനകത്തോ, ചോക്കിൽ വാട്ടർ മോളിക്യൂളിനെ അഡ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിൻ്റെ അബ്സോർപ്ഷൻ മോളിക്യൂൾസ് ഗ്രേറ്റർ ഇൻ സർഫസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മോളിക്യൂളിനെ അഡ്സോർബ് ചെയ്യുന്നത്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ആ ഉള്ളിലെ ഭാഗത്തിനെയാണ് നമ്മൾ ബൾക്ക് എന്ന് പറയുന്നത്. ആ ബൾക്ക് പോർഷനിൽ എന്ത് കാണത്തില്ല? ആ ഒരു അഡ്സോർപ്ഷൻ നടന്ന് കാണത്തില്ല. എന്നാൽ സ്പോഞ്ചിലോ മൊത്തത്തിലായിരിക്കും. അപ്പൊ ഇവിടെ നടന്നത് എന്താ? ഇവിടെ നടന്നത് അബ്സോർപ്ഷൻ ആണ്. ചോക്കിൽ നടന്നതോ അഡ്സോർപ്ഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്സോർപ്ഷൻ is the existence of different concentration of any molecular species on the surface than in the bulk. അപ്പോൾ ബൾക്കിനേക്കാളും സർഫസിൽ മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്താ? അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഈ അഡ്സോർപ്ഷനകത്ത് നമുക്ക് രണ്ട് ടേമുകളെയാണ് പഠിക്കാനുള്ളത്. അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും. എന്താ? അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും. ഇനി അഡ്സോർബെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സർഫസിലേക്കാണോ മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ചോക്ക് എടുക്കുകയാണെങ്കിൽ ചോക്കിൻ്റെ സർഫസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ വാട്ടർ മോളിക്യൂൾ അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോക്കിനെ നമ്മൾ അഡ്സോർബെൻറ്റ് എന്ന് വിളിക്കും. വാട്ടർ മോളിക്യൂൾ അല്ലേ അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർപ്ഷൻ നടക്കുന്നത്, ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്, അവരെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് വിച്ച് അഡ്സോർപ്ഷൻ ഒക്വേഴ്സ്, ഏതിൻ്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെ നമ്മൾ അഡ്സോർബെൻറ്റ് എന്ന് വിളിക്കും. അതുപോലെ ഏത് സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അവിടെ നമ്മൾ എന്ത് വിളിക്കും? അഡ്സോർബേറ്റ്. ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അവരെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നോക്കിയേ, നമ്മുടെ കുറച്ച് വടക്കോട്ടൊക്കെ നല്ല ആഴമുള്ള കിണറിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കിണർ കുഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചാർക്കോള്, കരിയില്ലേ, കരിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഒരു തുണിയിൽ കെട്ടി ആ കിണറ്റിനകത്തേക്ക് ഇടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇത്ര ആഴത്തിൽ കുഴിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാം? പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ അടിയിൽ കാണാം. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു പോയിസണസ് ഗ്യാസസ് ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് നമ്മൾ എന്ത് ചെയ്യും? ടോക്സിക് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസിനെയൊക്കെ ആരങ്ങ് അഡ്സോർബ് ചെയ്തോളും? നമ്മുടെ ചാർക്കോള് അഡ്സോർബ് ചെയ്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ കിണർ കുഴിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അടിയിലേക്ക് ആദ്യം കുറച്ച് നേരം ഇങ്ങനെ കൽക്കരിയൊക്കെ കെട്ടി അല്ലെങ്കിൽ കരി കെട്ടി ഇടാറുള്ളത്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഈ ചാർക്കോളിൻ്റെ സർഫസിലേക്ക് ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ എന്ത് ചെയ്യും? കയറി അഡ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ ചാർക്കോളിനെ കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുത്ത് വെളിയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്തോളും? എസ്കേപ്പ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അവിടുത്തെ കേസിൽ ആരുടെ സർഫസിലേക്കാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്? ചാർക്കോളിൻ്റെ സർഫസിലേക്ക് അല്ലേ. അപ്പോൾ ഈ ചാർക്കോളിനെ
നമ്മൾ എന്ത് വിളിക്കാം? അഡ്സോർബെന്റ് എന്ന് വിളിക്കാം. ആരാണ് അഡ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ ഗ്യാസസ് ആണ് ഇങ്ങോട്ട് അഡ്സോർബ് ചെയ്യുന്നത് അല്ലേ? ആ ഗ്യാസസിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡ്സോർബേറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ അഡ്സോർബെന്റും അഡ്സോർബേറ്റും. അഡ്സോർപ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2 ടൈപ്പ് അഡ്സോർപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസീസ് ഓപ്ഷനും ഉണ്ട്, കെമീസ് ഓപ്ഷനും ഉണ്ട്. എന്താ? ഫിസീസ് ഓപ്ഷനും ഉണ്ട്, കെമീസ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പാണ് അഡ്സോർപ്ഷൻ വരുന്നത്. ഇനി എന്താണ് ഈ 2 ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫിസീസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ചാർക്കോളിനകത്തേക്ക് ഗ്യാസസ് വരുന്ന കേസ് പറഞ്ഞു. അപ്പോൾ ചാർക്കോളിനകത്തേക്ക് ഗ്യാസ് വന്നു അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ എന്താ സംഭവിക്കുന്നത്? ഈ ചാർക്കോളിലെ സർഫസും ഈ ഗ്യാസസുകളും തമ്മിൽ ഒരു വാൻഡർവാൾ, വീക്ക് വാൻഡർവാൾ ഫോഴ്സിലാണ് ഇവർ തമ്മിലിങ്ങനെ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലേ? ഇവരെന്ത് ചെയ്യാം? നമുക്ക് പുറത്തേക്ക് വന്ന് ജസ്റ്റ് ചൂടാക്കുന്ന സമയത്ത് ഈ വീക്ക് വാൻഡർവാൾ ഫോഴ്സ് അങ്ങ് നഷ്ടപ്പെട്ട് ഗ്യാസസ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ അഡ്സോർബ് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷനെയാണ് നമ്മൾ ഫിസീസ് ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിസീസ് ഓപ്ഷനകത്ത് അഡ്സോർബെന്റും അഡ്സോർബേറ്റിന്റെയും ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആയിരിക്കും. ഇനി ചില സബ്സ്റ്റൻസിൽ അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവരുടെ ഇടയിൽ സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആയിരിക്കും. സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റിവേഴ്സിബിൾ അല്ലാത്ത ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള അഡ്സോർപ്ഷനെയാണ് നമ്മൾ കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്സോർപ്ഷൻ 2 രീതിയിലുണ്ട്. ഏതൊക്കെയാ? ഫിസീസ് ഓപ്ഷനും ഉണ്ട്, കെമീസ് ഓപ്ഷനും ഉണ്ട്. ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമുക്ക് നോക്കി പോകാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫിസീസ് ഓപ്ഷനിലും കെമീസ് ഓപ്ഷനിലെയും നേച്ചർ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ അഡ്സോർബെന്റ് ആൻഡ് അഡ്സോർബേറ്റ്. അപ്പോൾ ഫിസീസ് ഓപ്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആണ് അഡ്സോർബെന്റിന്റെയും അഡ്സോർബേറ്റിന്റെയും ഇടയിൽ ഉള്ളത്. കെമീസ് ഓപ്ഷനിലോ സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആണ് അഡ്സോർബെന്റിന്റെയും അഡ്സോർബേറ്റിന്റെയും ഇടയിൽ ഉള്ളത്. ഇനി ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? ഹീറ്റ് വളരെ കുറവാണ്. എവിടെ? ഫിസീസ് ഓപ്ഷൻ്റെ കേസിൽ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കെമീസ് ഓപ്ഷനിലോ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് റിവേഴ്സിബിലിറ്റി. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫിസീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും, വൈൽ കെമീസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും. അവരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ചാർക്കോൾ, ആ ഒരു ചാർക്കോൾ ഗ്യാസിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ നമുക്കതിനെ എന്ത് ചെയ്യാം? എസ്കേപ്പ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പിന്നെയും ആ ചാർക്കോളിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണ്? റിവേഴ്സിബിൾ ആണ്. ഇതെന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ. ഇനി അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫിസീസ് ഓപ്ഷൻ നടക്കണമെങ്കിൽ അറ്റ് ലോ ടെമ്പറേച്ചറിനാണ്. എന്താ? അറ്റ് ലോ ടെമ്പറേച്ചർ. കാരണം എന്താ? ഇവിടെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വളരെ ലോ ആണ് അല്ലേ? അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഉള്ള ഹീറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. സോ ഇറ്റ് ഫേവേഴ്സ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്? ഫിസീസ് ഓപ്ഷൻ നടക്കുന്നത്. എന്നാൽ കെമീസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാലോ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും കെമീസ് ഓപ്ഷൻ നടക്കുന്നത്. കെമീസ് ഓപ്ഷൻ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും നടക്കുന്നത്. ഇനി സ്പെസിഫിസിറ്റി. നമ്മുടെ ചാർക്കോളിനകത്ത് ഏത് ഗ്യാസുകളും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അഡ്സോർബ് ചെയ്യാം അല്ലേ? അപ്പോൾ അവിടെ എന്താ? നോൺ സ്പെസിഫിക് ഇൻ നേച്ചർ ആണ്. അവർക്ക് എന്തല്ല? സ്പെസിഫിക് അല്ല. ഒരു വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? അപ്പോൾ അവർക്ക് എന്താ? ഒരു സ്പെസിഫിസിറ്റി ഒന്നുമില്ല. എന്നാൽ കെമീസ് ഓപ്ഷൻ്റെ കേസിൽ എന്താ? അവിടെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ ബോണ്ടാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താ? വളരെ സ്പെസിഫിക് ആൻഡ് നേച്ചറാണ്. ഇൻവോൾവ് ആക്ടിവേഷൻ എനർജി. അവിടെ ആ ഒരു അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഒരു ആക്ടിവേഷൻ എനർജിയൊക്കെ ആവശ്യമാണ്. സോ എന്താണ്? അവിടെ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചറാണ്. നെക്സ്റ്റ്, ആക്ടിവേഷൻ എനർജി. ഫിസീസ് ഓപ്ഷനിൽ ആക്ടിവേഷൻ എനർജി ഒന്നും അക്വയർ ചെയ്യേണ്ട കാര്യമില്ല. നോട്ട് ഇൻവോൾവ് ആക്ടിവേഷൻ എനർജി. വൈൽ കെമീസ് ഓപ്ഷനിലോ ഇൻവോൾവ് ആക്ടിവേഷൻ എനർജി. അവിടെ എന്താ? ഒരു ആക്ടിവേഷൻ എനർജിയൊക്കെ മറികടന്നാൽ മാത്രമേ അവിടെ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ, നേച്ചർ ഓഫ് മോളിക്കുലാർ ലെയർ. നേച്ചർ ഓഫ് മോളിക്കുലാർ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചോക്കിൻ്റെ കേസിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ സർഫസിലേക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യാം.
അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, അടുത്ത മോളിക്യൂൾ അഡ്സോർബ് ചെയ്യാം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, അടുത്ത മോളിക്യൂൾ ഇങ്ങനെ അഡ്സോർബ് ചെയ്യാം. അതാണ് നേച്ചർ ഓഫ് മോളിക്കുലാർ ലെയേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ മൾട്ടി മോളിക്കുലാർ ലെയർ നടക്കും, കാരണം എല്ലാം തമ്മിൽ എന്താ ഉള്ളത്, വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ്. എന്നാൽ കെമിയസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, ഇവർക്ക് എന്തേ കാണത്തുള്ളൂ, മോണോ മോളിക്കുലാർ ലെയർ, ഇവർ ഒറ്റ മോളിക്കുലാർ ലെയർ മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ, മോണോ മോളിക്കുലാർ ലെയർ ആണ് കെമീസ് ഓപ്ഷനിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇവിടെയോ മൾട്ടി മോളിക്കുലാർ ലെയർ ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. ഏതൊക്കെയാണ്, ഫിസിക്സ് ഓപ്ഷനും കെമീസ് ഓപ്ഷനും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത 2-3 ടേമും കൂടെ നോക്കാനുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഡീസോപ്ഷൻ. ഓക്കെ, എന്താ ഡീസോപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ആ ഒരു ചാർക്കോളിനെ എടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ച് എസ്കേപ്പ് ആയി പോകുന്നു അല്ലേ. അപ്പോൾ അഡ്സോർബ് ചെയ്ത ആ അഡ്സോർബേറ്റ് എന്ത് ചെയ്യുന്നു, അഡ്സോർബെൻറ്റിൽ നിന്ന് തിരിച്ച് റിലീസായി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീസോപ്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ, ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻഡ് അഡ്സോർപ്ഷൻ സബ്സ്റ്റൻസ് ഫ്രം ദ സർഫസിൽ നിന്ന്, അഡ്സോർബെൻറ്റിൽ നിന്ന് അഡ്സോർബേറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡീസോപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സോപ്ഷൻ? സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഇൻവോൾവിങ് സൈമൾട്ടേനിയസ് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ സോപ്ഷൻ. ഇനി അടുത്തത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഹീറ്റിനെ റിലീസ് ചെയ്യും. ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സോതെർമിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്സോർപ്ഷൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷനകത്ത് പറയുന്നത്. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് വെൻ 1 mole of an adsorbate is adsorbed on the surface. അപ്പോൾ അഡ്സോർബെൻറ്റിലേക്ക് 1 മോൾ അഡ്സോർബേറ്റ് അഡ്സോർബ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടുന്ന് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. എന്താ, നമ്മുടെ അഡ്സോർബെൻറ്റിലേക്ക്, ഒരു സർഫസിലേക്ക് 1 മോൾ അഡ്സോർബേറ്റ് അഡ്സോർബ് ചെയ്യുന്നു. ആ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്, ഡീസോപ്ഷൻ പറഞ്ഞു, സോപ്ഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് വെൻ 1 mole ഓഫ് അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ദി അഡ്സോർബൻറ്റ് സർഫസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് സിലബസിൽ. അപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട് അഡ്സോർപ്ഷന്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ മാസ്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്ട്, നമ്മുടെ മൈൻസ് ഒക്കെ ഇല്ലേ, കോൾ മൈൻസ് അതുപോലുള്ള അണ്ടർഗ്രൗണ്ട് മൈൻസിലകത്തൊക്കെ ഈ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ ഗ്യാസ് മാസ്കുകൾ വെക്കാറുണ്ട്. ഗ്യാസ് മാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസ്കിനകത്ത് ഒരു അഡ്സോർബെൻറ്റും കൂടെ വെക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളോ മറ്റ് സബ്സ്റ്റൻസുകളെയൊക്കെ ഈ ഗ്യാസ് മാസ്ക് എന്ത് ചെയ്യും, അങ്ങ് അഡ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്കത് ടോക്സിക് ആയിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ these consist of silica gel or activated charcoal. Silica gel അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ എന്ത് ചെയ്യും, യൂസ് ചെയ്തിട്ട് ഡസ്റ്റ്, സ്മോക്ക് ഇതെല്ലാം എന്ത് ചെയ്യും, ഇവരങ്ങ് അഡ്സോർബ് ചെയ്യും. So this particle get adsorbed on the surface of this material. അപ്പോൾ ഈ സർഫസിൽ എന്ത് ചെയ്യും, വന്ന് അഡ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്മോക്കോ ഡസ്റ്റോ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ എയർ പൊല്യൂഷൻ മാസ്ക് അല്ലെങ്കിൽ മൈനിങ് മാസ്കുകളൊക്കെ. അപ്പോൾ ഗ്യാസ് മാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ പൗഡേർഡ് ചാർക്കോളോ ഒക്കെ വെച്ചിട്ടുള്ള മാസ്ക് ആയിരിക്കും. അവരെന്ത് ചെയ്യും, ഡസ്റ്റ്, സ്മോക്ക് അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസിനെയൊക്കെ എന്ത് ചെയ്യും, അങ്ങ് അഡ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യത്തില്ല, ഹാംഫുൾ ആയിട്ട് വരത്തില്ല.
രണ്ടാമത്തേത് സെപ്പറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് ബൈ ഡ്യുവാർട്സ് ഫ്ലാസ്ക് പ്രോസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നോബിൾ ഗ്യാസിന്റെ സെപ്പറേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ മിക്സർ ഓഫ് നോബിൾ ഗ്യാസ് ആരൊക്കെയാ? നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. അപ്പോൾ ഈ നോബിൾ ഗ്യാസസിന്റെ മിക്സറിനെ നമ്മൾ ഈ ഒരു ഡ്യുവാർട്സ് ഫ്ലാസ്കിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻ ദ ഹീറ്റഡ് കോക്കനട്ട് ചാർക്കോൾ. അപ്പോൾ ചാർക്കോളിന്റെ പ്രസൻസിൽ ഈ ഫ്ലാസ്കിലേക്ക് നമ്മുടെ നോബിൾ ഗ്യാസസിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാസ്ക് എന്ത് ചെയ്യും? ആർഗണിനെയും ക്രിപ്റ്റനെയും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ആൻഡ് ലീവിങ് ദ നിയോണിനെ എന്ത് ചെയ്യും? അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നോബിൾ ഗ്യാസസിന്റെ മിക്സറിൽ നിന്ന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തേത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ? ആലം സ്റ്റോൺ. എന്താ ആലം സ്റ്റോൺ എന്ന് പറയുന്നത്? ഈ ആലം സ്റ്റോൺ ടു വാട്ടർ. ആലം സ്റ്റോണിനെ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇംപ്യൂരിറ്റീസിനെ എന്ത് ചെയ്യും? ഈ ആലം സ്റ്റോൺ എന്ത് ചെയ്യും? അങ്ങ് അഡ്സോർബ് ചെയ്യും. എന്നിട്ട് വാട്ടറിനെ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷനും എന്തുണ്ട്? അഡ്സോർപ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അടുത്തത് റിമൂവൽ ഓഫ് മോയ്സ്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അത് നമുക്കറിയാം. നമ്മൾ മിക്കവാറും ഉള്ള ഇലക്ട്രോണിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തെല്ലാം ചെറിയൊരു പാക്കറ്റ് കാണും അല്ലേ? എന്ത് പാക്കറ്റ് ആയിരിക്കും? ചെറിയൊരു സിലിക്ക ജെൽ എന്ന് പറഞ്ഞ പാക്കറ്റ്സ് കാണും. അതെന്ത് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു പാക്കറ്റ്സിനകത്തുള്ള മോയ്സ്ചറിനെ എല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ചില ബാറ്ററീസ് പോലുള്ള ഇലക്ട്രോണിക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡ്രോപ്പ് വാട്ടർ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കാം അല്ലേ? അപ്പോൾ ആ ഒരു സിലിക്ക ജെൽ എന്ത് ചെയ്യും? അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റിനെ എല്ലാം അഡ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിറ്റിനെ അല്ലെങ്കിൽ മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിലിക്ക ജെല്ലിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ നമ്മുടെ സെപ്പറേഷൻ ടെക്നിക്സിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക്. ഈ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കിനകത്ത് നമ്മൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ബേസ്ഡ് ഓൺ ദി അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സിലിക്ക ജെല്ലിൽ തന്നെ നമ്മൾ ചെറിയൊരു സ്ലൈഡിനകത്ത് ഈ സിലിക്ക ജെല്ലിനെ ഫില്ല് ചെയ്യും. സിലിക്ക ജെല്ലിനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് എന്ത് ചെയ്യും? ഇതിനെ ഡിപ്പ് ചെയ്യും. അപ്പോൾ ഈ സോൾവെന്റ് അഡ്സോർപ്ഷൻ വഴി എന്ത് ചെയ്യും? ഈ സിലിക്ക ജെല്ലിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും? അഡ്സോർപ്ഷൻ വഴി സിലിക്ക ജെല്ലിന്റെ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ സബ്സ്റ്റൻസിനെയും കൂടെ ഓരോ എക്സ്റ്റെൻഡിലോട് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? അബ്സോർപ്ഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കളേർഡ് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് നമ്മളുടെ ഹാർഡ്നെസ് ഓഫ് വാട്ടറിനെയൊക്കെ വാട്ടറിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ആനയോൺസിനെയും കാറ്റയോൺസിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനകത്തും എന്താ സംഭവിക്കുന്നത്? calcium and magnesium ion get adsorbed on the surface of ion exchange resins. ഈ അയൺ എക്സ്ചേഞ്ച് റെസിൻസിൻ്റെ സർഫസിലേക്ക് നമ്മുടെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ എന്താ ചെയ്യാറ്? അഡ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലാസ്റ്റ് വണ്ണാണ് ഇൻ മെറ്റലർജിയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ അഡ്സോർപ്ഷന് കുറേ അധികം ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം മെറ്റലർജിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോൺസെൻട്രേഷൻ പ്രോസസ്സിനകത്ത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. എന്താ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? നമ്മളുടെ ഓറിനകത്ത് എന്താ ഓറിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തോട്ട് ഒരു പൈൻ ഓയിലും കൂടെ ആഡ് ചെയ്ത് ഇതിനെ നല്ലോണം അജിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ വാട്ടറിനകത്തേക്ക് നമ്മളുടെ ഓറ് പൗഡർ ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യും? അതിനകത്തേക്ക് കുറച്ച് പൈൻ ഓയിലും കൂടെ ആഡ് ചെയ്യും. ഇത് നല്ലോണം അജിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓയിലിൻ്റെ സർഫസിലേക്ക് നമ്മളുടെ ഓർ എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യും. എന്നിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓറിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ് ഇവിടെ എന്ത് ചെയ്തത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ്. ഇനിയും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അഡ്സോർപ്ഷൻ, എന്നാലും ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്സോർപ്ഷനിൽ. ഒത്തിരിയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല സിലബസിൽ. എന്താണ് അഡ്സോർപ്ഷൻ, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്സോർപ്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.